നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ഡാലസിൽ നിന്ന് ജോർജ് ബ്രദറാണ്. കർത്തൃദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചനകൾ കേൾക്കുവാനും പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്തൃദാസനെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളും. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രഭാതസമയവും സന്ധ്യാസമയമായിട്ട് ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മളായിരിക്കുമ്പോൾ വലിയവനായ ദൈവം ഈ വർഷത്തിന് ആദ്യത്തെ മൺഡേയാണ്. കർത്താവ് നമുക്ക് ദാനം ചെയ്തല്ലോ. കർത്താവിന്റെ കരുണയ്ക്കായി കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ വിശ്വസ്തത ഒരു നാളും കുറഞ്ഞു പോയിട്ടില്ല. വിശ്വസ്തനായ ദൈവമായിട്ട്, സർവശക്തനായ ദൈവമായിട്ട് നമ്മളെ കഴിഞ്ഞ വർഷം പരിപാലിച്ച ദൈവം ഈ വർഷം നമുക്ക് ദാനം ചെയ്തു. ദൈവത്തിന്റെ കൃപയിലും കരുണയിലും ദൈവം നമ്മെ സൂക്ഷിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 91:1-2 വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. നമ്മൾ ഈ 2026 സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് ഒരു വലിയൊരു രാഷ്ട്രത്തിന്റെ തലവൻ ചെന്ന് സമീപത്തിലുള്ള ഒരു രാഷ്ട്രത്തിന്റെ, അതും വളരെ റിച്ച് ആയിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു, ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യം വെനിസുല. ആ രാജ്യത്തില് ചെന്നിട്ട് അതിന്റെ ഒരു രാഷ്ട്രത്തലവനെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിലോട്ട് വരും, വേറൊരു രാജ്യത്തിലോട്ട് വരിക. നമ്മൾ രാഷ്ട്രീയം പറയുമല്ലേ ഇതിനകത്ത്, പക്ഷെ പ്രൊട്ടക്ഷൻ നോക്കിയാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ടറായിട്ടിരിക്കുന്ന ആ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാലേ നാം വിചാരിച്ചു നോക്കിക്കോട്ടെ, നമ്മുടെയൊക്കെ കാര്യം എങ്ങനെയായിരിക്കും? മനുഷ്യൻ വിചാരിക്കും ഞാൻ ഏറ്റവും നല്ല സുരക്ഷിതനായിരിക്കും, എനിക്ക് ഒരു കുറവുമില്ല, എനിക്ക് സൈന്യമുണ്ട്, പട്ടാളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു നിമിഷം ഒന്നുമില്ലാതെ വെറും സ്ട്രിപ്ഡായിട്ട് ഒരു നഗ്നനായിട്ട് പോയി ആകുന്നത് പോലെ ആ രാഷ്ട്രത്തിന്റെ തലവനാകണമെങ്കിൽ, ഹല്ലേലൂയ, നാം ആലോചിച്ച് നോക്ക്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ തന്റെ ജനത്തിന്റെ മേലുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ ഈ ലോകത്തിൽ തന്നെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. വലിയൊരു രാഷ്ട്രം ഇങ്ങനെ ചെയ്തപ്പോഴേ കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങൾക്കും ചെറിയ ചെറിയ ആഗ്രഹം, എന്നാൽ ഞങ്ങൾക്കും ഇനി ഇത് ചെയ്തു കൂടായോ, എൻ്റെ അയൽവക്കക്കാരനെയും കൂടെ പിടിച്ചുകൊണ്ട് എനിക്കിവിടെ കൊണ്ടിടാൻ വയ്യ. ഇങ്ങനെ പല രാഷ്ട്രങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ടപ്പം തന്നെ ഒരു രാഷ്ട്രം വലിയൊരു മിസൈൽ അയച്ച് പ്രൊട്ടക്ഷനൊക്കെ ഉറപ്പിച്ചു, നോർത്ത് കൊറിയ. അപ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കെ, ദൈവത്തിന്റെ ആ സുരക്ഷിതവും ആ കാവലും സൂക്ഷിപ്പും ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല, നമ്മൾ സീറോ ആയിരിക്കും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സീറോയ്ക്ക് ഇപ്പുറത്ത് ഒരു 1 ഇടുമ്പോൾ എങ്ങനെയായിരിക്കും? അതിന് വാല്യൂ ഇല്ലെങ്കിലും അതിന് അങ്ങോട്ട് വരുമ്പോൾ അതിന് വാല്യൂ ഉണ്ടായിത്തീരും. ഹല്ലേലൂയ. അതുമാതിരിയാണ് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഹല്ലേലൂയ. ഇന്ന് ഈ സങ്കീർത്തനം വായിച്ചപ്പോഴേ, ഈ 91 സങ്കീർത്തനത്തിലെ ഒരു 4 കാര്യം, തൻ്റെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നമ്മുടെ ദൈവത്തെ നാം അറിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ദൈവം ആരാണെന്ന് നമുക്ക് ഒരു ഉത്തമമായൊരു ബോധ്യം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം ഭയപ്പെടത്തില്ല, നാം ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പോൾ നാം ദൈവത്തെ അറിയുക, നമ്മുടെ ദൈവം ആരെന്ന് അറിയുക. ഹല്ലേലൂയ. അവനെ അറിയുകയും അവന്റെ പുനരുത്ഥാനത്തെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയേണ്ടതിനും, ഹല്ലേലൂയ, ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ, നാം ഭയപ്പെടത്തില്ല. എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾ ഇളകിപ്പോകും. പറയുന്നത് ഞാൻ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന്. എന്നാൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ രാജ്യം ഒരിക്കലും ഇളകിപ്പോകുന്ന രാജ്യമല്ല. ഹല്ലേലൂയ. ആ രാജ്യത്തേക്ക് ദൈവം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ആവശ്യമായത് സകലതും അവിടുത്തെ നാമത്തിലുണ്ട്. അവിടുത്തെ നാമത്തെ നാം അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ നാം ഭയപ്പെടാതെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നു അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ അവിടെ ഒന്ന് അത്യുന്നതനായ ദൈവം, ഹല്ലേലൂയ, എലിയോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദ മോസ്റ്റ് ഹൈ ഗോഡ്, എൽ എലിയോൺ. ഹല്ലേലൂയ. ദൈവം
ഉന്നതനായ ദൈവം, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഹല്ലേലൂയ. ഉന്നതനായ ദൈവം. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവശക്തൻ. ദൈവത്തിന്റെ അടുത്ത നാമം അവിടെ എഴുതിയിരിക്കുക. സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. എന്താണ് ഈ സർവശക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ സർവശക്തൻ എന്ന് പറഞ്ഞ എൽശയാദ്യം ദൈവം അബ്രഹാമിനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഉൽപ്പത്തി 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലുണ്ട്, വായിക്കണ്ട, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആ സർവശക്തി എന്താ? അതായത് മഹോന്നതനാകുന്നു, ഉന്നതനാകുന്നു, എലിയോൺ. ഹല്ലേലൂയ. ദ മോസ്റ്റ് ഹൈ ഗോഡ്. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുക ദൈവം സർവശക്തനാകുന്നു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും. അടുത്ത ദൈവത്തിന്റെ നാമം അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ പേഴ്സണലായ കണക്ഷൻ. അതായത് ദാവീദ് പറയുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു. എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ നമുക്ക് സ്വർഗത്തിൽ കടന്നു പോകാനൊക്കത്തില്ല. അപ്പോൾ നാം ദൈവത്തെ സ്വന്തമായിട്ട് ഇടയനായിട്ട് നാം അത് ദൈവത്തെ അനുഭവിച്ചറിയാതെ നമുക്ക് എന്താ സ്വർഗത്തിലേക്കുള്ള ഒരു എൻട്രി കിട്ടത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന ആ സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. യഹോവയായ ദൈവം. എന്താണ് കർത്താവിന്റെ ആ യഹോവ, ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ അല്പസമയം നാം അത് ചിന്തിക്കുന്നതാണ്. അടുത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. യഹോവയായ ദൈവം. അത് എഴുതിയിരിക്കുകയാണ് എലോഹീം. ആ വാക്കിന് ദൈവം എന്നുള്ളതിന് ജനറൽ വേർഡ് എലോഹീം, സൃഷ്ടാവായ ദൈവം, ക്രിയേറ്റർ ഗോഡ്. ഈ 4 വേർഡും ഇവിടെ എഴുതി ഈ വാക്യത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് സങ്കീർത്തനം 91 എന്ന് പറയുന്നത് 90-ാം സങ്കീർത്തനം കഴിഞ്ഞുള്ള അടുത്ത സങ്കീർത്തനമാണ്. ഈ 90-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് മോശ എഴുതിയ സങ്കീർത്തനമാണെന്ന്. എന്നാല് ഈ 91-ൽ അതിനൊരു ടൈറ്റിൽ കൊടുത്തിട്ടില്ല. ആളുകൾ വിശ്വസിക്കുന്നത് അത് മോശയുടെ അത് എഴുതിയതായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, യഹോവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്ന ആ വേർഡുണ്ട്. യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും എന്ന് പറയുന്നത് 91-ന്റെ 2-ല്. അപ്പൊ ഈ 2 വാക്ക് സിമിലർ ആയിട്ടുണ്ട്. ഈ സങ്കേത പട്ടണമൊക്കെ ഉണ്ടാക്കിയത് ഈ മോശയാ. മോശ 6 സങ്കേത പട്ടണങ്ങൾ ഉണ്ടാക്കിയത് മോശ. അപ്പൊ ഈ മോശയ്ക്ക് ഈ സങ്കേതം എന്നുള്ള വാക്ക് അതിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. 91-ന്റെ 9-ാം വാക്യം, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് മോശ എഴുതിയതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഉറപ്പ് പറയാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷെ നമ്മൾ ആരെഴുതിയെന്നല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. രോഗത്തിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവനിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ, മഹാമാരിയിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. ശത്രുവിന്റെ ആ തീയമ്പുകളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൂക്ഷിപ്പിന്റെ ഒരു വചനമാണ്, സങ്കീർത്തനമാണ് ഈ 91-ാം സങ്കീർത്തനം. ഹിറ്റ്ലർ ജർമ്മനി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴേ വളരെ ഭീകരനായ ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോഴേ ഈ നാസി പട്ടാളം ഒക്കെ അനേകരെ പിടിച്ച് കൊന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു ഇംഗ്ലീഷ് സോൾജറിനെ പിടിച്ചുകൊണ്ടുവന്ന് ഈ നാസി പട്ടാളത്തിൽ കൊണ്ടുവന്നിട്ടു. ഇതിനെങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം. ഇവന്റെ കയ്യിൽ ഒരു സങ്കീർത്തനത്തിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. 91-ാം സങ്കീർത്തനം ഈ പടയാളികളുടെ പോക്കറ്റിൽ കിടപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അത്യുന്നതന്റെ മറവിൽ. അപ്പൊ ഇദ്ദേഹം ഈ സങ്കീർത്തനം എടുത്ത് രാവിലെയും വൈകിട്ടും അങ്ങ് ധ്യാനിക്കാൻ തുടങ്ങി. കർത്താവേ, നീ എൻ്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ നീ എന്തുകൊണ്ട് എന്നെ ഈ ജയിലിൽ ഇട്ടിരിക്കുന്നു? ഏറ്റവും ക്രൂരമായ നാസി പട്ടാളമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഈച്ചയ്ക്ക് പോലും അപ്പുറത്തുനിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല. ഇദ്ദേഹം ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതോട് സംസാരിക്കുക. മോസ്റ്റ് ഹൈ, മോസ്റ്റ് ഹൈ, മോസ്റ്റ് ഹൈ എന്നിങ്ങനെ സംസാരിക്കുക. ഇത് നടന്ന സംഭവമാണ്. ഇദ്ദേഹം പോയി ഒരു ബുക്കൊക്കെ എഴുതി അവസാനം ന്യൂയോർക്കിലൊക്കെ മടങ്ങി വന്ന കഥകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ വേർഡ് ഇങ്ങോട്ട് വരിക, മോസ്റ്റ് ഹൈ, മോസ്റ്റ് ഹൈ എന്ന് ഈ പട്ടാളക്കാരന്റെ ഹൃദയത്തിൽ വരിക. അപ്പൊ ദൈവം വിശ്വസിച്ചു, അപ്പൊ ദൈവം എന്നെ വിടുവിക്കും. അങ്ങനെ ധൈര്യത്തോട് ഒരു ദിവസം ഈ പട്ടാളത്തിന്റെ നിന്ന് രക്ഷപ്പെടുവാൻ ഇദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. ഇദ്ദേഹം അങ്ങോട്ട് ചെന്ന് ആദ്യത്തെ ഗേറ്റിലോട്ട് നടന്ന്, വിശ്വാസത്താൽ നടന്നങ്ങോട്ട് ആദ്യത്തെ ഗേറ്റിലോട്ട് ചെന്നപ്പോഴേ അനേക ഗേറ്റുകൾ കിടന്നാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ പ്രൊട്ടക്ഷനാണ്.
പട്ടാളം ഇങ്ങനെ തൂക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അവരെ ചോദിച്ചു, നീ എങ്ങനെയാ പുറത്ത് വന്ന്, എവിടെ പോവാ, എന്നതാന്ന്. ഇവൻ ഒരു വാക്ക് പറഞ്ഞു, ദ മോസ്റ്റ് ഹൈ എന്ന്. അടുത്ത ഗേറ്റിൽ ചെന്നപ്പോഴും ഈ വാക്ക് തന്നെ പറഞ്ഞു, ദ മോസ്റ്റ് ഹൈ. ഉടനെ ആ ഗേറ്റ് തുറന്നു വിട്ടു. അവിടുന്ന് തന്നെ അവനെ വിടുമായിരുന്നു. ഉടനെ അവർ സല്യൂട്ട് അടിച്ചാണ് വിടുന്നത്. അടുത്ത ഗേറ്റിൽ ചെന്നപ്പോഴും പറഞ്ഞു ദ മോസ്റ്റ് ഹൈ. അവിടെ ഒരു സല്യൂട്ട് അടിച്ച് ഇദ്ദേഹത്തെ അങ്ങ് തുറന്നു വിട്ടു. അങ്ങനെ ഏതോ 4-5 ഗേറ്റുകൾ കഴിഞ്ഞ് ഇദ്ദേഹം പുറത്തു പോയി. ഹല്ലേലൂയ. പിന്നെയാണ് ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായത്, ഈ മോസ്റ്റ് ഹൈ എന്നുള്ളത് ഹിറ്റ്ലറിന്റെ ഒരു കോഡ് വേർഡായിരുന്നു. ആ കോഡ് വേർഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ മോസ്റ്റ് ഹൈയുടെ കമാൻഡ് ഉണ്ട്, അതുകൊണ്ട് ഇവനെ പുറത്തു വിടുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഹല്ലേലൂയ. അപ്പം ദൈവം നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്കിലാണ് ആ നാസി പട്ടാളത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റിയത്, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കാൻ ഇടയായത്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തിലെ ഓരോ വാക്കുകളും, ഹല്ലേലൂയ, ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിന് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഈ വർഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തീർക്കും. ഹല്ലേലൂയ. ഇവിടെ ആദ്യമായിട്ട് എഴുതി എലിയോൺ ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദാനിയേൽ 4-ാം അധ്യായത്തില് അവിടെ എഴുതിയിട്ടുണ്ട്, ഈ നെബൂഖദ്നേസറിന് അങ്ങ് ഇച്ചിരി അഹങ്കാരമൊക്കെ അങ്ങ് കൂടി, മത്തുമൊക്കെ പിടിച്ച് പണവുമായി സ്വർണങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ട്, ഭയങ്കര റിച്ചായി. പ്രത്യേകിച്ച് ഈ യെരുശലേമിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ അടിച്ചു മാറ്റിക്കൊണ്ട് ഈ നെബൂഖദ്നേസർ വന്നു. ഈ നെബൂഖദ്നേസർ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹൃദയം അങ്ങ് നെഗളിച്ചു. അപ്പോഴേ അവിടെ ദാനിയേലിന്റെ പുസ്തകത്തിലെ ദാനിയേൽ 4-ാം അധ്യായം ഈ നെബൂഖദ്നേസറിനെ കൊണ്ടുവന്ന് 3-ാം വാക്യത്തിലെ അവന്റെ അടയാളങ്ങൾ എത്ര വലിയത്, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ, അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളത്. അതിന്റെ 2-ാം വാക്യത്തിലെ അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അത്യുന്നതനായ ദൈവം, ഹല്ലേലൂയ, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഈ സാമ്രാജ്യത്തിന്റെ, ഈ നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ലോക സാമ്രാജ്യത്തിൽ ഒന്നാണ് ബാബേൽ സാമ്രാജ്യം. ഹല്ലേലൂയ. അതിന്റെ അധിപനായിരിക്കുന്ന ഈ നെബൂഖദ്നേസറിന് ഇത്രയൊരു ബോധം എന്ന് പറഞ്ഞാൽ അന്ന് ആ ലോകത്ത് ഭരിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ ഒരു രാജാവ് ഇപ്രകാരം പറയുക, ആ അത്യുന്നതൻ, ഹല്ലേലൂയ, അവന് മേളിൽ ഒരാളുണ്ടെന്ന് അവനെ ദൈവം എന്ത് ചെയ്തു, ബോധ്യം വരുത്തി. ഹല്ലേലൂയ. അതിന്റെ 35-ാം വാക്യത്തില് ഈ അത്യുന്നതനായ ദൈവം എന്താ ചെയ്യുന്നതെന്ന് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ 35-ാം വാക്യത്തില് അവൻ സർവ ഭൂസിമവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു, അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. താഴത്തെ വാക്യം എല്ലാം വായിക്കുന്നില്ല, പക്ഷെ എൻ്റെ ഒരു വാക്യം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഇവന് ബോധം വീണ് ഇവന്റെ ബുദ്ധിയൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ ഇവൻ എന്ത് ചെയ്യാ, ഞാൻ 37-ാം വാക്യത്തിലെ ഞാൻ സ്വർഗീയ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു, അവന്റെ പ്രവൃത്തിയിലൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു, നിഗളിച്ചു നടത്തുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തൻ തന്നെ. ഹല്ലേലൂയ. അപ്പൊ ഈ അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയവന, സർവത്തിന്റെയും ഉടയവന. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തില് നമ്മുടെ കർത്താവിനെ പറ്റി പറയുമ്പോഴേ 1-ാം അധ്യായം അവിടെ 1-ന്റെ 19-ാം വാക്യം, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലമത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വം അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്കും കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലത്തിനും ഉന്നതൻ. ഹല്ലേലൂയ. വരുവാനുള്ള ലോകത്തിനും വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും, ഹല്ലേലൂയ, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിനും, ഹല്ലേലൂയ, അധിപനായ അത്യുന്നതൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 47 പറയുമ്പോൾ, ഹല്ലേലൂയ, അവൻ മഹാരാജാവ്, രാജാക്കന്മാരുടെ
രാജാവ്. ഹല്ലേലൂയ. ഈ ദൈവം അധികാരം പ്രാപിച്ചവനാണ്. വാഴ്ചകളെ അധികാരങ്ങളെയും ഹല്ലേലൂയ ആയുധവർഗം വെപ്പിച്ച് ഹല്ലേലൂയ സകല നാമത്തിനും മേലായ നാമം, സകല മുഴങ്കാലും അടങ്ങുന്ന നാമം, അത്ഭുത നാമം, യേശു എന്ന നാമം. ഹല്ലേലൂയ. ആ നാമത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. 47-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴേ, അതിന്റെ താഴോട്ട് വായിക്കുമ്പോഴേ 6-ാം വാക്യത്തില് ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കുമ്പോൾ, സ്തുതി പാടുമ്പോൾ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും പിതാവും പുത്രനും ദൈവവും പരിശുദ്ധാത്മാവും വന്ന് നിങ്ങളോടുകൂടെ വസിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അറിയണമെങ്കിൽ പ്രവചനത്തില് ദൈവം എന്ത് ചെയ്യുക? ഉന്നതനെങ്കിലും അത്യുന്നതനെങ്കിലും മനസ്താപവും മനോവിനയവും ഉള്ളവരുടെ അടുക്കൽ വസിക്കുന്നു. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ഈ ദൈവം, ഉന്നതനായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നെബൂഖദ്നേസർ നോക്കിക്കോണേ, ഒരു ജാതീയ രാജാവാണ്. ആ ജാതീയ രാജാവ് പറയുന്നു, നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാൻ എന്ത് ചെയ്യാം? ദൈവം ശക്തനാ. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ കരുണയും മനസ്സലിയുള്ള ദൈവം, വിശ്വസ്തനായ ദൈവം, അകൃത്യങ്ങളെ ക്ഷമിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ഹല്ലേലൂയ. ഇവിടെയാണ് നാം പിതാവിനെ കാണുന്നത്. എന്നാൽ ഇവരെല്ലാം മൂന്ന് എന്ത് ചെയ്യാം? ഒന്നായിരിക്കുക. എന്നാൽ ആ സ്നേഹത്തിൽ വസിച്ചിരിക്കുന്ന പിതാവ് പുത്രനെ എന്ത് ചെയ്തു? ദൈവം ലോകത്തിലേക്ക് അയച്ചു. എന്തിനാ? നമ്മെ എന്ത് ചെയ്യുക? ആ ദൈവത്തിന്റെ ആ സ്വഭാവം പഠിപ്പിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ ആ കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് കർത്താവെ, അതാണ് ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകുന്നു. ആ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിൽ ആകുക. ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് ഹല്ലേലൂയ അവിടുത്തെ ആ ഹിതത്തിനനുസരിച്ച് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ ഒരു യാഗമായി സമർപ്പിക്കുമ്പോൾ നാം എന്ത് ചെയ്യുക? ആ അത്യുന്നതന്റെ മറവിലാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും. അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. റോമാലേഖനം 8:31 പറയുമ്പോഴേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ സീക്രട്ട് പ്ലേസ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാ. ദൈവത്തിന്റെ ആ സീക്രട്ട് പ്ലേസ്, അവിടെ ഒരു മനുഷ്യനും ഒരു ശത്രുവിനും അങ്ങോട്ട് അടുക്കാൻ ഒക്കത്തില്ല. മോശയോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യാ? മോശയ്ക്ക് വലിയൊരു ആഗ്രഹം, കർത്താവിനെ കാണണമെന്ന്. എൻ്റെ മുഖം കാണുവാൻ ഒക്കത്തില്ല. എന്നാൽ ഞാൻ എന്ത് ചെയ്യാ? ഞാൻ കടന്നു പോകും. നിന്നെ ഞാൻ എന്ത് ചെയ്യും? ഒരു പാറയുടെ പിളർപ്പിൽ എന്ത് ചെയ്യും? ഞാൻ നിന്നെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. ആ ക്രിസ്തുവാകുന്ന പാറയാ. ഹല്ലേലൂയ. അപ്പൊ നാം ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്രിസ്തുവാകുന്ന പാറ, ക്രിസ്തു കർത്താവിനെ പാറയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. ആ ക്രിസ്തുവാകുന്ന പാറമേൽ ഹല്ലേലൂയ നാം മറഞ്ഞിരിക്കുമ്പോൾ, ഹല്ലേലൂയ. ഉത്തമഗീതം 2:11, പാറയുടെ പിളർപ്പിലും കൺതൂക്കിലും മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖം ഒന്ന് ഞാൻ കാണട്ടെ. അപ്പൊ ആ ക്രിസ്തുവാകുന്ന പാറയിൽ നമുക്ക് മറഞ്ഞിരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആ പാറയിൽ ഒരു ശത്രുവിനും നമ്മെ കാണുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഉത്തമഗീതം 2:14 പാറയുടെ വിളർപ്പിലും കടന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ അതിന്റെ ആ അധ്യായത്തിൽ തന്നെ 3-ാമത്തെ വാക്യത്തില്, അതിന്റെ നിഴലിൽ ഞാൻ അതിമോഹത്തോടെ ഇരുന്നു, അതിന് പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ വിരുന്നു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു, എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. അവന്റെ ആ സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. ഹല്ലേലൂയ. ആ കർത്താവിന്റെ നിഴലിൻ കീഴില് നമുക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഒരു ശത്രുവിനും അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് അടുക്കാൻ ഒക്കത്തില്ല. ഏത് പട്ടാളമായിട്ട് അല്ലെങ്കിൽ ഏത് വലിയവനായെന്ന് പറഞ്ഞാൽ ഇതിന്റെ മേളിലെല്ലാം ഒരു അത്യുന്നതനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ആ സീക്രട്ട് പ്ലേസിലേക്ക് കടന്നു വരുവാൻ ഒരു ശക്തിക്കും എന്ത് ചെയ്യാം
സാധിക്കത്തില്ല. ഹല്ലേലൂയ. നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, അത്യുന്നതനെ നമ്മുടെ ആശ്രയമാക്കി കൊള്ളുമ്പോൾ, അവനെ അവിടുന്ന് നമ്മുടെ മറവിടമാക്കി കൊള്ളുമ്പോൾ, ഒരു പൈശാചിക ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുക, അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് അതന്നെയാ പറഞ്ഞത്, എന്നിൽ വസിക്കുന്നവർ എന്ത് ചെയ്യാ, സ്നേഹത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം സ്നേഹമാകുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തിൽ വസിക്കുമ്പോൾ, ആ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേളിലുണ്ടാകും. ഹല്ലേലൂയ. ഒരു വലിയൊരു ഒരു ഒരു പരിച 91-ാം സങ്കീർത്തനം തന്നെ എഴുതിയിട്ടുണ്ട്, അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം ഫലമാകുന്നു. ഹല്ലേലൂയ. അപ്പോ ഒരു ഭയത്തെയും നമുക്ക് പേടിക്കാനില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരം ഒന്നും പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കോവിഡ് പോണക്കുള്ള മഹാമാരി എന്ത് വന്നാട്ടെ, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നു, അവൻ തന്റെ തൂവൽ കൊണ്ട് നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. നമ്മൾ ആദ്യം ഇന്ന് രാവിലെ സമയം നമുക്ക് ചിന്തിച്ച് നോക്കാം. ഹല്ലേലൂയ. സന്ധ്യാസമയമല്ലോ ഇന്ത്യയില് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറവിലാണോ നാം വസിക്കുന്നത്? ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, മറവിടമായി എനിക്ക് യേശുവിന്റെ മറച്ചിടും, അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതെ എന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഒരു സ്റ്റാൻസ ഇങ്ങനെ പറഞ്ഞു, വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞ് ഞാൻ അലയാനിട, വഴിയിൽ അവൻ എന്നെ പിരികയില്ല, വലത് കൈ പിടിച്ച് എന്നെ വഴി നടത്തും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു ദൈവം, ആ ക്രിസ്തുവാകുന്ന പാർമേൻ അവിടെ മറിഞ്ഞിരിക്കുമ്പോൾ, ആ മറവിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ. അതാണ് എൽ ഏലിയോൺ, ഹീബ്രു വേർഡ് എന്ന് പറഞ്ഞാൽ എൽ ഏലിയോൺ, ദ മോസ്റ്റ് ഹൈ ഗോഡ്. ആ ചിതയിൻ കീഴിൽ നാം വസിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ദുഷ്ടഘോര വൈറസോ ബാക്ടീരിയയോ ഒറ്റ ഉള്ള മഹാമാരിയോ വേറൊരു രണ്ട് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ചില സംഹാരങ്ങളുണ്ട്. എന്താണ് പറയുന്നത്, ഈ പരുന്തില്ലേ, ഈ പരുന്ത് ഇങ്ങോട്ട് വന്ന്, ചില വലിയ പരുന്തുണ്ട്, ചില ആട്ടിൻകുഞ്ഞിനെയും കോഴിക്കുഞ്ഞിനെയും ഒക്കെ എന്ത് ചെയ്യാം, ദൂരേന്ന് കണ്ട് റാഞ്ചിക്കൊണ്ട് അങ്ങ് പോകും. ഈ ആടിനെയൊക്കെ വേണ്ടി എടുത്തോണ്ട് പോകും. ഒരുമാതിരിയൊക്കെ ഉള്ള മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യാം, തൂക്കി എടുത്തോണ്ട് ഇതങ്ങ് പുക്കളയും. ഹല്ലേലൂയ. എന്തൊക്കെ നോക്കിയാലും അതിന്റെ പിടിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിടുകാക്കത്തില്ല. ചില സംഹാരങ്ങൾ അങ്ങനെയാ. ഹല്ലേലൂയ. നാം പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് കണ്ടില്ലേ, ഒരു വലിയൊരു രാഷ്ട്രത്തലവൻ കിടന്ന് ഉറങ്ങുക, രാത്രി നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിയ സമയത്ത് നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യാം, ആളിനെ അവിടെ അപ്രത്യക്ഷമായി. നോട്ടീസ് അയച്ചേക്കുക, ഞങ്ങളുടെ പ്രസിഡന്റിനെ കാണാനില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ, ഹല്ലേലൂയ, നാം ആ ദൈവത്തിന്റെ ആ ചിറങ്കീഴിൽ. യെശയ്യാപ്രവചനം 25:4 വാക്യത്തിലെ ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിൽ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ, കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും, ദരിദ്രൻ അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും, കൊടുങ്കാറ്റിലൊരു ശരണവും, ഉഷ്ണത്തിലൊരു തണലുമായിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ ഭയങ്കരമായിട്ട് ചീറ്റിൽ എത്ര വലിയ ഘോരമായ പ്രശ്നങ്ങൾ നമ്മുടെ നേരെ വന്നാലും, ഹല്ലേലൂയ, അത്യുന്നതന്റെ കർത്താവേ നിന്റെ മറവിൽ, ഹല്ലേലൂയ, എന്റെ ദൈവത്തോട് അടുത്തു വരുമ്പോൾ അവൻ നമ്മോട് അടുത്തു വരും. കർത്താവേ നിന്റെ മറവിൽ എന്നെ മറയ്ക്കണമേ. നാം രാവിലെ എഴുന്നേറ്റ്, അതാണ് നമ്മൾ വായിച്ച വാക്യത്തില്, ഈ നെബൂഖദ്നേസർ എന്ത് ചെയ്യുക, ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. ആ അത്തരഫലം എന്ന സ്തോത്രയാഗം നാം ഇട്ടപ്പെടാതെ അങ്ങോട്ട് അർപ്പിക്കുമ്പോൾ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്, ഹല്ലേലൂയ, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, അത് നമ്മൾ അങ്ങോട്ട് ഏറ്റുപറയുമ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരുവാണ്. ഹല്ലേലൂയ. ആ പാറയുടെ പിളർപ്പിലാണ് നാം, ഹല്ലേലൂയ, ആ ജീവനുള്ള കല്ലായ 1 പത്രോസ് 2:4 എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, മനുഷ്യർ തള്ളിയതെങ്കിലും ശ്രേഷ്ഠവുമായ ആ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായ യേശുക്രിസ്തു മുഖാന്തരം ആത്മീയയാഗം കഴിപ്പാൻ തക്ക ദൈവത്തിന് പുരോഹിത വർഗമാണെന്ന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പൊ നാം ആ ജീവനുള്ള കല്ലിന്റെ അടുക്കലേക്ക് ഒന്ന് വലിയ, കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. റോമാലേഖനം 12:1 വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവത്തിന് ഹിതവും പ്രസാദമുള്ള ഒരു യാഗമായി നാം ദൈവത്തെ സമർപ്പിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ ആ നാമത്തെ ഒന്ന് ഏറ്റുപറയുമ്പോൾ, അതേപോലെ ഒന്ന് സ്തോത്രയാഗം ഒന്ന് അർപ്പിക്കുമ്പോൾ, ആ ദൈവിക സാന്നിധ്യം നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യുക, ആയി വരുക. ഹല്ലേലൂയ. അതാണ് അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. അവിടെ അടുത്ത
ദൈവത്തെ പറ്റി 91 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ എൽ ശയാദ്യാം ദൈവം. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യാം? സർവ സൈന്യാധിപനായിട്ട് നിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന. അബ്രാഹാമിനോട് വന്ന് പറഞ്ഞ എന്താണ്? ഞാൻ സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. അബ്രഹാമിന് ചില വീക്ക്നെസ് ഒക്കെ അഭിപ്രായമായി പോയി. സാറായിക്കാണേലും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ശരീരമൊക്കെ അങ്ങ് വീക്കായി പോയി. അപ്പോൾ ഉൽപ്പത്തി 17:1 കർത്താവ് ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. വാഗ്ദത്തം പോലെ എന്ത് ചെയ്യാ? കർത്താവ് ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുകയാണ്, എന്താണ്? ഞാൻ സർവശക്തിയുള്ള ദൈവമായിരിക്കുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ സർവശക്തനായ ദൈവം നമ്മുടെ ഒരു പ്രൊവൈഡർ ആകണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവം എൽസയാദ്യം ദൈവം നമ്മോട് ആയിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാകുക. ദൈവം വിശുദ്ധനാ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരെ, ദൈവം വിശുദ്ധനല്ലോ. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റമില്ല. ഹല്ലേലൂയ. ആ സർവശക്തനായിരിക്കുന്ന നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ശക്തിയുള്ള ദൈവമായിട്ട് ദൈവം നമ്മോട് അടുത്ത് വരും. ഹല്ലേലൂയ. ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? 17-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. ഉൽപ്പത്തി 17:4 നീ ബഹുജാതികൾക്ക് പിതാവാകും. നിന്നെ ഇനി അബ്രാം എന്നല്ല, നിന്നെ ഇനി എന്താ? ബഹുജാതികൾക്ക് പിതാവായിരിക്കാൻ നിന്നെ അബ്രഹാം എന്ന് പേർ വിളിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു മകൻ പോലും ഇല്ല യഥാർത്ഥത്തില്, ഒരു റിയൽ ആയിട്ടുള്ള ഒരു മകൻ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പറയാം, നീ ബഹുജാതികൾക്ക് പിതാവാകും. നിന്റെ സന്തതി കടൽക്കരയിലെ എന്ത് ചെയ്യാം? ആ മണൽ പോലെ ആകും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകും. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം അങ്ങോട്ട് കേട്ടപ്പോഴേ നമ്മൾ വിചാരിക്കൂ, ഇത് വല്ലതും നടക്കുമോ? ഒരു മകൻ പോലും ഇല്ലല്ലോ, ഇങ്ങനെ ആകെപ്പാടെ തകർന്നിരിക്കുകയല്ലയോ. എന്നാല് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആദ്യം ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിന്റെ ആ പേരങ്ങ് മാറ്റി, ആ ലിമിറ്റേഷൻ അങ്ങ് മാറ്റി. അവിടെ എന്ത് ചെയ്തു? അബ്രഹാമിനെ എന്ത് ചെയ്ത? എന്നുള്ള ആ വേർഡെന്ന് പറയുന്നത് ഹീബ്രുവിലെ വാ വിളിക്കുന്ന നമ്മുടെ ആ ശ്വാസമാണ്. ആ ശ്വാസത്തിനാണ് എന്നുള്ള വേർഡ്, HH. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ശ്വാസമാണ് എന്ത് ചെയ്യുക? ദൈവം അവിടെ അബ്രഹാമിന്റെ മേലെ ഊതിയത്. ഹല്ലേലൂയ. അവൻ ശ്വാസം അയക്കുമ്പോൾ അവൻ ജീവിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അവിടുത്തെ ശ്വാസം അങ്ങോട്ട് വന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങോട്ട് വ്യാപരിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ ശരീരത്തിന്റെ നിർജ്ജീവ അവസ്ഥകൾക്ക് എന്ത് ചെയ്തു? ജീവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. മറിയോട് പറഞ്ഞത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, മറിയ പറഞ്ഞെന്താ? ഭർത്താവിന്റെ മാതാവിനോട് വന്ന് പറഞ്ഞപ്പോൾ മറിയോട് ദൂതൻ പറഞ്ഞെന്താ? ഇത് നിന്നിൽ ഉണ്ടാവുന്ന എന്ത്? ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ഒരു പുരുഷപ്രജ അവിടെ ജനിക്കും. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. കർത്താവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ, സർവശക്തിയുള്ള ദൈവം നമ്മുടെ ആകുമ്പോൾ, നാം ദൈവത്തിന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യുക? അവിടുത്തെ ആത്മാവിനെ അയക്കും. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെല്ലാം അന്നേരം മാറുന്നത്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യുക? ആദ്യം മാനസാന്തരം ടേൺ ബാക്ക് ടു ഗോഡ്. ഈ പഴയതിനെ എല്ലാം കളയണം. ഈ പഴയ തുരുത്തിയിൽ എന്ത് ചെയ്യുക? പുതിയ ആത്മാവിനെ എന്ത് ചെയ്യുക? പകരത്തില്ല. പുതിയ ആത്മാവിനെ പുതിയ തുരുത്തിലേ വരുള്ളൂ. അപ്പം പഴയതിനെ എല്ലാം ഒന്ന് മാറ്റി, ഒന്ന് ക്ലീൻ ആക്കാതെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തില് വരത്തില്ല. ഈ ആത്മാവ് വരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയോടായിരിക്കണമേ. ഒരു ദൈവത്തിന്റെ ഒരു സാന്നിധ്യം വരണമെങ്കിൽ, ആത്മാവിന്റെ ശക്തി അങ്ങോട്ട് വ്യാപരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു മാറ്റം വരികയുള്ളൂ. ഹല്ലേലൂയ. എന്നുള്ള ആ സൗണ്ട്, ആ ദൈവത്തിന്റെ ശ്വാസം അങ്ങോട്ട് അബ്രഹാമിന്റെ മേൽ അങ്ങോട്ട് കർത്താവ് അങ്ങോട്ട് കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, അപ്പം വചനം പറയുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ദൈവത്തിന്റെ ആത്മാവിനകത്തേ. സെരുബ്ബാബേൽ ഭാരപ്പെട്ടു. ഒരു ആലയം എങ്ങനെ പണിയും? ഇപ്പൊ നമ്മളെ ഏൽപ്പിക്കുക, ഒരു ആലയം പണിയാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഒരു ജാതീയ രാജാവാ നിന്റെ മേൽ വരും. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലത്രേ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ, ദൈവം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരു പ്രൊവൈഡർ ആയിട്ട്, ഹല്ലേലൂയ, നാം ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ചിലപ്പം നമ്മൾ മക്കളില്ല. അതുകൊണ്ട് സാറായ്ക്കും ഇത് തന്നെ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില്, നിന്റെ ഭാര്യ അബ്രഹാമിനോട് നിന്റെ ഭാര്യയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്,
അവളുടെ പേര് സാറായി എന്നിരിക്കണം. ആ അപ്പം അവിടെ അവിടെ ഒരു ഹായാണ് കൂട്ടിച്ചേർത്തത്. അല്ലെങ്കിൽ ആ സാറാ ഈ അങ്ങ് മാറ്റി വെച്ച് സാർ ഹാ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളിൽ വന്നു. അവളിൽ വന്നപ്പോൾ എന്ത് ചെയ്യുക? അവളും ബഹുജാതികൾക്ക് എന്ത് ചെയ്യുക? ഞാൻ നിനക്കൊരു മകനെ തരും, ഞാൻ അവളെ അനുഗ്രഹിക്കും, അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതിയുള്ള രാജാക്കന്മാർ ഉത്ഭവിക്കുകയും ചെയ്യും. ഈ 100 വയസ്സുള്ള ആളിന് അപ്പോഴേ ഈ അബ്രഹാം എന്ത് കവിണ്ണു വീണ് ചിരിച്ചിട്ട് പറഞ്ഞെന്താ? 100 വയസ്സുള്ള മകനെ ജനിക്കുമോ? എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്നാല് കർത്താവ് എന്ത് പറഞ്ഞ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. സർവശക്തനായ ദൈവം, എൽശയാദിയാം ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. കർത്താവേ, ഞാൻ നിന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിലെ ഒരു വാക്യമുണ്ട്, എബ്രായ ലേഖനം 1:3. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായ ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. സകലവും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ സകലത്തെയും വഹിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെയാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ആ ശക്തിയുള്ള വചനത്തെ. അപ്പം ആ വചനത്തിൽ എന്തുവാ കർത്താവ് വഹിക്കുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യണം? വചനത്തെ വിശ്വസിക്കണം. അവന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം. ആ പ്രോമിസ് ഒന്നും എന്ത് ചെയ്യുക? വൃഥാവായിട്ടില്ല. ഇസ്രായേലിനോട് പറയുമ്പോഴേ ഫലമായി പോയിട്ടില്ല. എല്ലാം എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രോമിസ് നമ്മൾ വിശ്വസിക്കണം. നമ്മളെ ഒരു നല്ലൊരു ദേശത്തേക്ക് ദൈവം വിളിച്ചിരിക്കുക. ആ ദൈവം ആ ദേശത്ത് കൊണ്ട് നമ്മെ എത്തിക്കുമെന്ന് നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ ആ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ ദൈവം വഹിക്കുന്നെങ്കിൽ ആ വചനത്തിൽ നാമും എന്ത് ചെയ്യണം? ഉറപ്പോടെ ഉറച്ചു നിൽക്കുമ്പോൾ ഹല്ലേലൂയ. ആ പ്രോമിസ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സാത്താൻ പറയും അങ്ങനല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നെഗറ്റീവ് കൊണ്ടുവന്ന് നമുക്കൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെക്കും. അവന് ചില തന്ത്രങ്ങളുണ്ട്. വചനത്തെയൊക്കെ എന്ത് ചെയ്യും? അങ്ങ് കോട്ടിക്കളയും. ദൈവത്തിന്റെ വചനം അങ്ങോട്ട് വന്ന് അബ്രാമിനെ അങ്ങോട്ട് വന്നപ്പോൾ അബ്രാം എന്ത് ചെയ്യാം? റോമാലേഖനത്തിൽ പറയുമ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ മരിച്ചവരിൽ നിന്ന് എനിക്ക് ഒരു മകനെ തരുവാൻ ദൈവം ശക്തൻ എന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. ആ വചനത്തിൽ ഒരു ഇരുമനസ്സില്ല. അതിനകത്ത് ഏക മനസ്സോടെ ഒരേ മനസ്സോടെ ഒരേ ആത്മാവില് ആ ദൈവത്തിന്റെ വചനത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുകയാണ്. അവിടെ ദൈവം നമ്മൾ എന്ത് ചെയ്യുക? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ശക്തിയുള്ള വചനത്തിൽ നമുക്ക് ഉറയ്ക്കാം. ഹല്ലേലൂയ. ആ ദൈവം സകലത്തെയും വഹിക്കുന്ന യൂണിവേഴ്സ്. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഈ അപ്ഹോൾഡ് ദ യൂണിവേഴ്സ് ബൈ ഹിസ് ഹാൻഡ്. ഹല്ലേലൂയ. അവന്റെ പവർ. ഹല്ലേലൂയ. ആ ശക്തിയുള്ള വചനത്താൽ അവിടുന്ന് വഹിക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവ് അബ്രഹാമിനോട് ചെയ്ത പ്രോമിസ് ചിലപ്പോൾ അസാധ്യങ്ങളെയാ. ഈ അസാധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിറക്കിള്. ഈ പ്രകൃതിയുടെ ലോയെ, ഈ നേച്ചർ ലോയെ ക്യാൻസൽ ചെയ്യുന്ന ഒരു ശക്തിക്കാണ് ഈ മിറക്കിൾ എന്ന് പറയുന്നത്. ഇപ്പം വെള്ളം താഴോട്ട് ഒഴുകുകയാണെങ്കിൽ ആ വെള്ളം മേളോട്ട് ഒഴുകുക ഇല്ലേ? യോർദാനില് ആ പുരോഹിതന്മാർ ഇറങ്ങി നിന്നപ്പം മേളിൽ നിന്ന് വന്ന വെള്ളം എന്ത് ചെയ്യുക? അവിടെ തടഞ്ഞു നിന്നു. അതുപോലെ തന്നെയാണ് ചെങ്കടലില് ആ വെള്ളത്തിന്റെ ആ ഒഴുക്കിനെ അവിടെ ദൈവം സ്റ്റോപ്പ് ചെയ്ത് ആ നാച്ചുറൽ ലോയെ എന്ത് ചെയ്യുക? ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ട് ദൈവം അതിനെ കൺട്രോൾ ചെയ്യുക. അതാണ് നമ്മുടെ ദൈവം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നാം വിശ്വസിക്കണം. നമ്മുടെ ദൈവം നാം ആരെ വിശ്വസിച്ചിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. ദൈവത്താൽ സകലതും സാധ്യം. നമ്മുടെ ലോജിക്ക് മാറ്റി വെച്ചിട്ട് അത്യുന്നതനായ ദൈവത്തിലേക്ക് നാം ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആ വിശ്വാസം. അതാണ് നാം വായിച്ച വാക്യത്തില് വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. ആ ശക്തി നമ്മൾ അങ്ങോട്ട് വ്യാപരിക്കും. ആ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് വരും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആ പ്രൊട്ടക്ഷൻ ഹല്ലേലൂയ നമ്മെ കവർ ചെയ്യുന്നതായിട്ട് നാം നോക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യും? അനുഭവപ്പെടും. ഹല്ലേലൂയ. അപ്പൊ ആ ദാനിയേലിന്റെ ദൈവം ഹല്ലേലൂയ സിംഹക്കുഴിയിൽ കർത്താവ് അവിടുന്ന് ഇറങ്ങി വന്നു. ആ ദാനിയേലിന് ആ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എന്റെ ദൈവം എന്നെ വിടുവിക്കും. സിംഹക്കുഴിയിൽ സിംഹത്തിന്റെ വായ അടച്ച് ദൈവം എന്ത് ചെയ്ത? അവിടെ അത്ഭുതം പ്രവർത്തിച്ചില്ലേ? പത്രോസിനെ എന്ത് ചെയ്യുക?
കാരാഗ്രഹത്തില് ആ വാതിൽ, ഒന്നാം വാതിലും രണ്ടാം വാതിലും അല്ലേ, ഇരുമ്പ് വാതിൽ എന്ത് ചെയ്യാ? തുറന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവം. അത് തുറക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ ഈ റിമോട്ട്, അന്ന് കാലത്ത് റിമോട്ട് ഇല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ല. ആ ലോക്കിനകത്തെല്ലാം കൂടെ അതിനകത്തോട്ട് കേട്ട് റേഡിയേഷൻ അങ്ങോട്ട് അയക്കാൻ നല്ല ലേസർ ലക്ഷ്മികൾ കർത്താവിന്റെ കാര്യങ്ങളിലുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അല്ലെങ്കിൽ സങ്കീർത്തനം 34 എന്താ പറഞ്ഞേ? ദൈവം തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദൂതൻ ഇറങ്ങിയപ്പോഴത്തേക്ക് 1,00,000 പേരെ മനുഷ്യമായിട്ട് രീതി നമുക്ക് സംഹരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ദൂതൻ, ഹല്ലേലൂയ, സിംഹത്തിന്റെ വായടച്ചെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, ഹല്ലേലൂയ, അത്ഭുതങ്ങളുടെ ദൈവമായി നമുക്ക് വേണ്ടി തന്റെ ദൂതന്മാരെ അയക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. അടുത്ത 91-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ വേറൊരു പേര് എഴുതിയിരിക്കുന്നത് യഹോവ. അതിന്റെ ആദ്യത്തെ 1-2 വാക്യത്തിൽ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും, ദൈവം എന്ന് പറയുന്നു. യഹോവയെ കുറിച്ച് അവിടെ ഒരു പേരൂടെ വരികയാണ്, യാഹെന്ന ദൈവം. ഇങ്ങനെ പറയുന്നത്, യാഹെന്ന ദൈവമൻ ഇടയനല്ലോ, യാതൊരു കുറവുമില്ല. നാം ഇവിടെ ഒരു അത്യുന്നതനായ ദൈവത്തെ കണ്ടു, സർവശക്തനായ ദൈവത്തെ കണ്ടു. ഇവിടെ യാഹെന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഐ ആം ഹൂ ഐ ആം. മോശയോട് പറഞ്ഞ് ഈ ദൈവത്തിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോഴേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. ഈ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം എന്ന് പറയുന്നത്, കർത്താവ് അതാ പറഞ്ഞത്, ഞാൻ നല്ല ഇടയൻ ആകുന്നു. ഹല്ലേലൂയ. ഞാൻ വാതിൽ ആകുന്നു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. ഹല്ലേലൂയ. അപ്പം ഈ ഞാൻ ആകുന്നു എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാ. ഹല്ലേലൂയ. യേശു. ഹല്ലേലൂയ. അതാണ് ദാവീദ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു. 14-ാം വാക്യത്തില് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഉയർത്തും. ഹല്ലേലൂയ. നാമും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാനൊക്കത്തില്ല. അതാണ് വചനം പറയുന്നത്, അയ്യോ നിങ്ങൾ എന്റെ നാമത്തില്, അയ്യോ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തല്ലോ, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യം പ്രവർത്തിച്ചല്ലോ, ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ. കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഹല്ലേലൂയ. ദൈവമായിട്ട് ഡെയിലി ഒരു കോൺവെർസേഷൻ ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, ആത്മാവോട് സംസാരിക്കുന്നില്ലെങ്കിൽ, കർത്താവിന്റെ ശബ്ദം ഡെയിലി നാം കേൾക്കുന്നില്ലെങ്കിൽ, കർത്താവ് പറഞ്ഞ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. നാം കർത്താവിന്റെ ഒരു ആ ഇടയ കൂട്ടത്തിൽ അല്ലെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല, കാഹളം കേൾക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 10:11, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ ഇടയന്റെ ശബ്ദം കേട്ട് നാം ഇന്ന് ജീവിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നാം എന്ത് ചെയ്യുക? നാം കർത്താവ് നമ്മുടെ യഹോവയായ ദൈവം, പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദൈവം. ഹല്ലേലൂയ. അതാണ് അവിടെ നമ്മൾ വായിച്ചത്, അവൻ എന്നോട് പറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. യോശുവയും കാലേബും ദൈവത്തോട് എന്ത് ചെയ്യുക? പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കും. ഈ അവിശ്വാസം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാറും. ഈ നിരാശയും അവിശ്വാസവും ഈ ടെൻഷനും ഒക്കെ കൊണ്ടുവരുന്നത് ആരാ? ഈ പൈശാചിക ശക്തികളാ. നാം ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടു മാറും. ചിലരാണ് സഭായത്തിന് പോകത്തില്ല, മീറ്റിങ്ങിനൊന്നും പോകത്തില്ല, ഒരു പ്രേയലിന് എഴുതത്തില്ല. പിന്നെ ആകപ്പാടെ ഭാരമാ, അയ്യോ ടെൻഷൻ അടിക്കുന്നേ, എനിക്ക് നിരാശ വരുന്നേ, അയ്യോ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു, എന്തുകൊണ്ട് എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത്, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലേ. എന്നാ ഒരു പ്രാർത്ഥനയ്ക്ക് വരികയോ, ഒന്ന് പ്രേയർ ലൈനിൽ നിന്ന് പ്രാർത്ഥിക്കുകയോ, കുടുംബ പ്രാർത്ഥന ചെയ്യുകയോ, കണ്ടിന്യൂസ് ആയിട്ട് ആ സഹായത്തിനൊക്കെ ഒന്ന് ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് ജീവിക്കാനൊന്ന് മനസ്സിലാക്കുമോ, എങ്കിൽ എല്ലാത്തിനും വിടുതലാകും. ഹല്ലേലൂയ. സുശേഷം നിങ്ങൾ എന്നിലും വസിക്കുക. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കൂട്ടായ്മ. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനോടും അത്രേ. ആ പരിശുദ്ധാത്മാവിന്റെ 1 കൊരിന്ത്യർ 13 പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ആ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം എന്ത് ചെയ്യാ? 1 കൊരിന്ത്യർ എഴുതിയിട്ടുണ്ട് 1:9 ആ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്
ആ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വിശ്വസ്തൻ. ഒന്ന് യോഹന്നാന്റെ ലേഖനത്തില് ഒന്നിൽ എഴുതിയിട്ടുണ്ട്, ആ കൂട്ടായ്മയോ, നമ്മുടെ കൂട്ടായ്മ ആരോടാ? പിതാവിനോടും പിതാവിനോടും പുത്രനോടും. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ദൈവമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആകും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ആ സ്നേഹത്തിൽ നമുക്ക് പറ്റിയിരിക്കുമ്പോൾ ആ കാരണം നമുക്ക് കേൾക്കുവാൻ പറ്റുന്നത്. ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയൻ, യാഹന്ന ദൈവം എന്നിടയനാകോ, യാതൊരു കുറവുമില്ല എനിക്കിനിയും. ആ പച്ചയായ പുൽപ്പുറങ്ങളില് നമ്മെ കിടത്തുന്ന ദൈവം, സന്തതം നമ്മുടെ ഉള്ളം തണുപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കുരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഹല്ലേലൂയ സാരമില്ല, എനിക്കൊരു ഭയവുമില്ല. ഹല്ലേലൂയ. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകുന്ന ആ ഉറപ്പ് നമുക്കുണ്ടാകും. ഒരു പാട്ട്, ആ പാട്ട് തന്നെ ഉണ്ട്, ഉന്നതൻ എന്നോട് കൂടെയുണ്ട്, തന്നിടുന്ന ആശ്വാസം തൻ വടിയാൽ എനിക്കൊരു വിരുന്ന് നീ ഒരുക്കിടുന്നു വൈരികളിൽ നടുവിൻ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ആ മണവാട്ടി ആ ശബ്ദം കേൾക്കണമെങ്കിൽ, കാഹളനാദം കേൾക്കണമെങ്കിൽ, കർത്താവ് വരുമ്പോൾ നമ്മൾ പോകണമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവുമായിട്ടുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കുഞ്ഞാടിന്റെ ആ കാന്തയായിട്ടിരിക്കാനൊക്കെ ഉള്ളൂ. ഹല്ലേലൂയ. അതാണ് ഞാൻ നിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ശബ്ദം ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്ന, ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. കർത്താവേ, അവിടുത്തെ ആ ഒരു ഹല്ലേലൂയ ഒരു ആടായിട്ടിരിക്കും. ആട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവവുമായിട്ടുള്ള ആ റിലേഷൻ, ഇടയനും ആടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ പേഴ്സണൽ റിലേഷൻഷിപ്പില് കർത്താവേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, കർത്താവേ ഞാൻ നിന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. വചനം പറയുന്നത് എന്നോട് അടുത്ത് വരുവേ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യും? അടുത്ത് വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് തന്നെ പറഞ്ഞു, ഞാനാകുന്നു. യോഹന്നാൻ 8:58 58 അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് ബിഫോർ ഏബ്രഹാം ഐ ആം. ഹല്ലേലൂയ. ആ ഞാനാകുന്ന ദൈവം, യഹോവയായ ദൈവം, അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഈ സങ്കീർത്തനത്തിലെ ദൈവത്തിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദൈവത്തെ കുറിച്ച് അവൻ എന്റെ യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം എന്നുള്ള വേർഡ് അത് ഹീബ്രുവിൽ എഴുതിയിരിക്കുന്ന എലോഹീം. ഹല്ലേലൂയ. എലോഹീം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ ഗോഡ്. ഈ എലോഹീം എന്ന വേർഡാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എലോഹീം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ ഗോഡ്. ഹല്ലേലൂയ. ക്രിയേറ്റർ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലത്തെയും നിർമ്മിച്ച ദൈവം. ഇവിടെ ഈ 91 സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുമ്പോഴേ, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിനക്ക് ഇതിനെല്ലാം സൃഷ്ടിച്ചത് ആരാ? എലോഹീം. ഹല്ലേലൂയ. ദൈവമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന എലോഹീം എന്ന് പറഞ്ഞ ക്രിയേറ്റർ. അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ക്രിയേറ്റർ ഗോഡ്. നമ്മൾ വിചാരിക്കും നമുക്കൊരു ചെറിയ ചെറിയ ഭാഗം, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ ഒരു വിഷയം വരുന്നു, കർത്താവേ അതിനൊരു പരിഹാരമില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്യുക? അവിടെ അത്ഭുതമായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം തന്നെ യോന അവിടെ ഇരിക്കുക, യോനയ്ക്ക് ഒരു തണൽ വേണം. ഉടനെ എന്ത് ചെയ്യുക? കർത്താവ് ഒരു വൃക്ഷത്തെ അവിടെ എന്ത് ചെയ്യുക? അവിടെ ക്രിയേറ്റ് ചെയ്തു. ഹല്ലേലൂയ. ഒരു മത്സ്യത്തെ എന്ത് ചെയ്തു? കൽപ്പിച്ചാക്കി. ചില സാഹചര്യങ്ങൾ മുമ്പില് 46 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിന്റെ വെള്ളം ഇരച്ചു കളിഞ്ഞാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം നമ്മുടെ സങ്കേതം, ക്രിയേറ്റീവ് ഗോഡ് നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒന്നുകൊണ്ട് നാം ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതാണ് ഒരു വാക്യം കൂടെ വായിക്കണോ? കൊലോസ്യ ലേഖനം കൊലോസ്യ ലേഖനം 1:16 സകലതും അവൻ മുഖാന്തരം സൃഷ്ടിച്ചു, അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ. അപ്പൊ ഈ ക്രിയേറ്റർ ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. സകലത്തിന്റെയും ഉടയവൻ, ക്രിയേറ്റർ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം അതെ, കൊലോസ്യ ലേഖനം അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അതെ. ഓക്കെ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു.
സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായ അദൃശ്യമായ സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഹല്ലേലൂയ. സകലതും ഹല്ലേലൂയ അവനാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവമാണ് സകലത്തെയും ഉരുവാക്കിയവൻ, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ ഉന്നതനായ ദൈവം, അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവമായി, ഹല്ലേലൂയ, സർവത്തിന്റെയും ഉടയവനായി, സൃഷ്ടാവാം ദൈവമായി, ഹല്ലേലൂയ, ആ യാഹെന്ന ദൈവമായിട്ട്, ഇടയനായ ദൈവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നാം എന്തിനു ഭയപ്പെടുന്നു? ഹല്ലേലൂയ. ഈ വർഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ചെറിയും വലുതുമായി വരുന്ന ഏത് ഭാരങ്ങളും പ്രയാസങ്ങളും, നിനക്കെതിരായി വരുന്ന ഏത് ഓളങ്ങളെയും തിരമാലകളെയും ചവിട്ടി അതിന്മേൽ നിനക്ക് വേണ്ടി നടന്നു വന്ന്, ഹല്ലേലൂയ, അവയെ ഇല്ലായ്മ ചെയ്ത് നിന്റെ കരങ്ങളിൽ പിടിച്ച് നിന്നെ താങ്ങി നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനും എന്ത് ചെയ്യുക? ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് അങ്ങോട്ട് സ്തുതിച്ച് പാടാം. ദൈവത്തിൽ ഒന്ന് സന്തോഷിക്കാം. യോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമായിരിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ ആ ശക്തിയുള്ള വചനത്താൽ സകലത്തെ എന്ത് ചെയ്യാം? വഹിക്കുന്നവനാ. ഹല്ലേലൂയ. ആ ദൈവം, ഹല്ലേലൂയ. അവിടുന്ന് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളെ കടത്തുന്നത് എന്തിനാ? അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും എന്ത് ചെയ്യുക? അഭ്യസിപ്പിക്കുക. ഹല്ലേലൂയ. ആ ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആ ദൈവം ചെയ്യുന്ന എല്ലാം നന്മയ്ക്കാ. നമ്മളത് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് അങ്ങോട്ട് സ്തുതി പാടുമ്പോൾ, ദൈവത്തിൽ അങ്ങോട്ട് നാം സന്തോഷിക്കുമ്പോൾ, എല്ലാത്തിലും അങ്ങോട്ട് സന്തോഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ശത്രു തോറ്റുപോവുക, ശത്രു ലജ്ജിക്കുക. നാം അങ്ങോട്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് തലയ്ക്ക് കൈക്ക് അമ്മനെ തടിക്ക് കൈയൊക്കെ കൊടുത്ത് അങ്ങ് ഊന്നി ഇന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ശത്രു എന്ത് ചെയ്യുക? ചിരിക്കുക. അത് ദൈവനാമം മൊത്തത്തിനായി തീരത്തില്ല. ഹല്ലേലൂയ. എന്ത് പ്രതിഫലമുണ്ട്? എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കായി ചെയ്യുന്നു. 144 സംഘത്തിലാണ് ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ, ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവം നമ്മുടെ സങ്കേതമായിരിക്കുമ്പോൾ, അവിടെ എന്ത് ചെയ്യുക? അവിടെ 144 സങ്കീർത്തനത്തില് അതിന്റെ 15-ാം സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ, ഭാഗ്യമുള്ളത് തന്നെ. അതിന്റെ വാക്യങ്ങൾ അങ്ങോട്ട് വായിക്കുമ്പോഴേ അവന്റെ 1-ാം വാക്യം തന്നെയുണ്ട്. എന്റെ പറയാവുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, യുദ്ധത്തിന്റെ കൈകളെയും പോരിന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അതിന്റെ 9-ാം വാക്യത്തിൽ ദൈവമേ ഞാൻ നിനക്കൊരു പുതിയ പാട്ട് പാടും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ച് സ്തുതിച്ച് അങ്ങോട്ട് പാടുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ വിചാരിക്കും നമ്മുടെ പിള്ളേരുടെ കാര്യമാ, എന്റെ കൊച്ചിന്റെ കാര്യമാ, ആ വിഷയമാ, ഈ വിഷയമാ. അപ്പം നമ്മൾ അങ്ങോട്ട് ദൈവത്തെ സ്തുതിച്ച് പാടുമ്പോഴേ അതിന്റെ 12-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന കൈകൾ പോലെയും, ഞങ്ങളുടെ പുത്രന്മാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ ഇരിക്കട്ടെ. ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ പുൽപ്പുറങ്ങൾ 1000 10,000 പെറ്റു പെരുകട്ടെ. കാളകൾ ചുമടിയോട്ടെ, മതിൽ പടയ്ക്ക് പുറപ്പെടുന്നു, വീതികൾ നിലവിളി ഇല്ലാതിരിക്കട്ടെ. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. ആമേൻ. ദ മോസ്റ്റ് ഹൈ ഗോഡിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ, അത്യുന്നതന്റെ മറലിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ നാം പാർക്കുകയും ചെയ്യുമ്പോൾ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്ന, ഹല്ലേലൂയ, നാം ദൈവത്തെ നമ്മുടെ ആശ്രയം മറുവിടമാക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് വരിക. ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. ഈ മങ്കി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, മങ്കി ചാടുമ്പോഴ് ഈ കുഞ്ഞെന്ത് ചെയ്യുക? ഇതിനെ കെട്ടിപ്പിടിച്ചിരുന്നോണം. അതിന് ഈ ഒരു മരത്തെ പിടിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇതിനെ തൂക്കിയെടുത്തോണ്ട് പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോഴതിനെ പറ്റിയിരുന്ന് അതിനെ അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. പൂച്ച എന്ത് ചെയ്യും? വാഗൊണ്ട് കടിച്ചോണ്ടാണ് ചാടുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം എന്ത് ചെയ്യുക? നാം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യുക? കരങ്ങളിൽ വായിക്കും. അവിടുന്ന് കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നാം ഭാരപ്പെടും, പ്രയാസപ്പെടും, കർത്താവ് ഇതെങ്ങനെ സാധിക്കും? നമുക്ക് കർത്താവിനോട് യാചിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഹെൽപ്പറെ, ഒരു കൗൺസിലറെ നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് ആലോചന പറയുവാൻ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അയക്കും. ഹല്ലേലൂയ. എന്നാ വചനം പറയുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവേ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കർത്താവേ ഞാൻ ദൈവത്തിന്റെ
ഭാഗത്തേക്ക് വരുന്ന കർത്താവേ, നീ എന്നെ ഒന്ന് നന്നായി കഴുകി ആ കാൽവറി ക്രൂശിലെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴിവെടുപ്പാക്കി കഴിഞ്ഞാൽ കർത്താവേ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യും? ദൈവം പകരും. നമ്മ ഏറ്റു പറയുമ്പോൾ നമ്മെ തന്നെ നമ്മൾ നീതിമാനായിട്ട് ദൈവത്തിന്റെ അടുക്കലോട്ട് ചെല്ലാൻ പറ്റില്ല. കർത്താവേ, ആ പാപിയായ മനുഷ്യൻ എന്ത് ചെയ്യാ? മാറത്തടിച്ച് എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. വചനം പറയുന്നത് തക്ക സമയത്ത് കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനുമായിട്ട് നമുക്ക് ആ കൃപാസനത്തോടൊന്ന് അടുത്ത് വരാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കൈവിടുന്ന ദൈവമല്ല. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഹല്ലേലൂയ എന്ത് പ്രയാസം പ്രതികൂലങ്ങളുമായിട്ടുണ്ട്. മല ഇളകിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ കോപം കൊണ്ട് ഭൂമി കുലുങ്ങിയാൽ നാം എന്ത് ചെയ്യാ? ഭയപ്പെടുകയില്ല. ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ എൽ എലിയോൺ ദൈവം, എൽ ശയാദിയാം ദൈവം, ഹല്ലേലൂയ. യാഹ് എന്ന ദൈവം, എന്താ ഗോഡ് ദ എലോഹി ദൈവം, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ആ അദൃശ്യമായ ശക്തികൾ, ഹല്ലേലൂയ, പേരെന്ത് ചെയ്യുക? അതിന്റെ ശക്തിയെ കാണിക്കുക, ദൈവത്തിന്റെ പവർ. ഹല്ലേലൂയ. ആ ദൈവത്തെ നാം അത്യുന്നതനെയാണ് നാം സ്തുതിച്ച് പാടുന്നത്. ഹല്ലേലൂയ. സർവശക്തനെയാണ് നാം ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ആ യഹോവയായ ദൈവവുമായിട്ടുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. എലോഹി ക്രിയേറ്റർ ദൈവം, ഇല്ലായ്മയെ ഉളവാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ സർവശക്തനായ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. അവിടുന്ന് നമ്മുടെ സങ്കേതമാണ്, കോട്ടയാണ്. ഹല്ലേലൂയ. അവിടുത്തെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ. അവിടുത്തെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും എങ്കിലും നിന്നോട് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചതാ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമാമിനെ നീ മെതിച്ചു കളയും. എന്ത് പറഞ്ഞാൽ അവൻ എന്നോട് പറ്റും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് സ്വർഗത്തിൽ കടന്നുപോയ മഹാപുരോഹിതൻ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ കൈക്ക് പിടിച്ച് നടത്തും. നാമല്ല. ഹല്ലേലൂയ. ഇവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. അവനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പിന്നെന്ത് ചെയ്യുക? നമ്മെ കൺട്രോൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ വാക്യം കൂടെ വായിക്കാം. ദീർഘായുസ് കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. അവൻ എന്നെ വിടിയിച്ചു മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ദീർഘായുസ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു സ്വർഗത്തിൽ ഒരു ഭവനം കർത്താവ് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ എന്റെ അടുക്കൽ വന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് ചേർക്കുമെന്ന കർത്താവിന്റെ വചനം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ കർത്താവ് പോയിരിക്കുക. ആ ഇളകാത്ത രാജ്യം. ഹല്ലേലൂയ. അവിടെ നമ്മുടെ സ്വർഗീയ പൗരന്മാരായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുക. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അന്ത്യം വരെ നടത്തുവാൻ ശക്തനാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ ആ അദൃശ്യമായ കരം നമ്മളിലും നമ്മുടെ ഭവനങ്ങളിലും കുഞ്ഞുങ്ങളുടെ മേലും എല്ലാറ്റിലും ഈ വർഷം കർത്താവ് ഉണ്ടായിരിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുവാൻ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവന് മഹത്വം കൊടുക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൻ കീഴിൽ വസിക്കുവാൻ, സർവശക്തന്റെ നിഴൽക്കീഴിൽ പാർക്കുവാൻ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കോട്ടയിൽ ഹല്ലേലൂയ യാഹ് എന്ന ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ, എലോഹീം ദൈവത്തിൽ ഹല്ലേലൂയ ആ ക്രിയേറ്റർ കോഡിൽ ഞങ്ങളുടെ ആശ്രയം വെക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഞങ്ങളെ ഇങ്ങനെ നീ വസിച്ചാൽ, ഹല്ലേലൂയ ആ മറവിൽ നീ ആയിരുന്നാൽ, ഹല്ലേലൂയ നിന്റെ എന്റെ തൂവൽ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കും. ഓ എന്റെ ചിറയെങ്കിൽ നീ ശരണം പ്രാപിക്കുന്നുള്ള വചനം പ്രകാരം, എന്റെ വിശ്വസ്തനക്ക് പരിചയം പല്ലുകയുമാകുന്ന വചന പ്രകാരം കർത്താവേ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവേ, അതിന് വിരോധമായി പ്രവർത്തിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും യേശുവിന്റെ അധ്യാത്മ നാമത്തിൽ ശാസിക്കുന്ന കർത്താവേ, വചനം കേട്ട എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഭവനത്തിന്മേൽ ദൈവശക്തി ഇറങ്ങട്ടെ കർത്താവേ. കുഞ്ഞുങ്ങളുടെ മേൽ ഹല്ലേലൂയ, കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേലും കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളുമേലും കർത്താവേ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ദൈവശക്തി പ്രാപിച്ച് കർത്താവേ ധൈര്യപ്പെട്ട് മുമ്പോട്ട് പോകാൻ ഈ വർഷം കർത്താവേ ഞങ്ങളെല്ലാം സഹായിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രേരണ ദൈവജനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. വായിച്ചും സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. അനുഗ്രഹത്തിന്റെ കർത്താവേ വർഷമാക്കി ഞങ്ങളെല്ലാം മാറ്റുന്നതിനായി സ്തോത്രം. നിന്റെ നാമമോഹത്തിനായി ഞങ്ങളുടെ ജീവിതം തീരട്ടെ കർത്താവേ. വരുവാൻ കർത്താവേ കാലം ഏറ്റവും എടുത്തിരിക്കാതെ സ്തോത്രം കർത്താവേ. അവരവിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ട് കർത്താവേ. ഞങ്ങളുടെ കർത്താവ് വരും. ഹല്ലേലൂയ. ഓ എന്റെ മുഖം കണ്ട് ഞങ്ങൾ സന്തോഷിക്കുക. എല്ലാ ദുഃഖവും വേദനകളും മാറിപ്പോകുന്നൊരു
ദിവസം ഹല്ലേലൂയ ഞങ്ങൾക്കായി ഒരുക്കുന്ന സ്വർഗത്തിൽ ഒരുക്കുന്ന ആ ഭവനത്തിനായി സ്തോത്രം. കർത്താവിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കും. അവന്റെ മുഖത്തും കർത്താവിനെ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധ്യാനമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ജോർജ് ബ്രദറെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചനകളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന് വലിയ കൃപയോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഹല്ലേലൂയ കേട്ട വചനത്തിനും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു എന്ന് വചനം പറയുന്നത് പോലെ യഹോവയിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് ഹല്ലേലൂയ അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ പറയുന്നത്, യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതമാ, എന്റെ കോട്ടയാ, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാ. ഹല്ലേലൂയ. രാത്രി ഇവിടുത്തെ സന്ധ്യയിലും അവിടുത്തെ പ്രഭാതത്തിലും നമുക്ക് പറയുവാനും കഴിയണം യഹോവയെ കുറിച്ച്. ഹല്ലേലൂയ. അവൻ എന്റെ സങ്കേതമാ, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് പറയുന്നത് അവൻ എന്റെ സങ്കേതമാ, അവൻ എന്റെ കോട്ടയാ, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാ. നമുക്ക് സങ്കേതമാണെങ്കിൽ, നമുക്ക് കോട്ടയാണെങ്കിൽ, ഹല്ലേലൂയ, നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവമാണെങ്കിൽ ഒരു ശത്രുവും നമ്മെ തൊടുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദൈവമാ. ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാ. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഹല്ലേലൂയ. വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ദൈവം, കഷ്ടകാലത്ത് കൂടെ ഇരിക്കുന്ന ദൈവം, വിടിവിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവം, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം, രക്ഷയെ കാണിച്ചു തരുന്ന ദൈവം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും ദിവസങ്ങളിൽ ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. വിവിധ വചനങ്ങളിലൂടെ കർത്താവിന്റെ ദാസൻ നമ്മൾ സംസാരിപ്പാനൊക്കെ നമ്മുടെ ആയി തീർന്നല്ലോ. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും ദൈവശക്തിയായി മാറട്ടെ. കർത്താവിന്റെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവരെയും ദൈവോടൊന്ന് സഹായിക്കുവാൻ, ദൈവത്തിന് വലിയ സാന്നിധ്യമോടൊന്ന് പകരേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കേരളത്തിലുള്ള എല്ലാ ദൈവങ്ങളെ ഓർക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുവാൻ, ജോസമാദിവാസ കുടുംബത്തെ ഓർക്കാം. കുടുംബം അനുഗ്രഹിക്കുവാൻ, അവരായിരിക്കുന്ന ഇടങ്ങളില് ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും.